ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ചില അമൂല്യങ്ങളായ ചില ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെ നമുക്കൊരുപാട് മാറ്റങ്ങൾ വരും. ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതേതാണ് മഹാന്മാരായ പണ്ഡിതവരേണ്യന്മാര് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് അമൂല്യമായ മുത്തുണ്ട്. അതിൽപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നേതെന്നറിയോ സഹോദരങ്ങളെ? നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു ദുആ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദല ലിമാ ഹകംത വലാ യൻഫഉദൽ ജദ്ദി മിൻകൽ ജദ്ദ. വളരെ അമൂല്യമായിട്ടുള്ള ദുആയാണ്, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ദുആ. അത് നമ്മളൊന്ന് ജീവിതത്തിൽ കൊണ്ടുവന്ന അൽഹംദുലില്ലാഹ് അത് വലിയ മെച്ചമാ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ നൽകിയതിനെ തടയാനോ, വലാ മുഅതിയ ലിമാ മനഅത നീ തടഞ്ഞതിനെ നൽകാനോ, വലാ റാദ്ദ ലിമാ ഖളൈത നീ വിധിച്ചതിനെ തടുക്കാനോ, വലാ മുബദ്ദല ലിമാ ഹകംത നീ നടപ്പാക്കിയതിനെ മാറ്റിമറിക്കാനോ ആരും തന്നെ ഇല്ല അല്ലാഹ്. വലാ യൻഫഉദൽ ജദ്ദി മിൻകൽ ജദ്ദ, ഒരു കൈകളുള്ളവനും അല്ലാഹുവേ നിന്റെ അടുക്കൽ അവന്റെ കഴിവ് നിഷ്ഫലമാണ് അല്ലാഹ്. നീ അല്ലാഹുവേ നിനക്കാണെല്ലാത്തിനും കഴിവുള്ളവൻ. അല്ലാഹുവോട് പറയുന്നു, റബ്ബേ എനിക്ക് രോഗം തന്നത് നീയാണ്, എനിക്ക് സങ്കടം തന്ന നീയാ, എനിക്ക് ദുഃഖം തന്ന നീയാ, എനിക്ക് ആവലാദികൾ തന്നത് നീയാ. അതുകൊണ്ട് അല്ലാഹ് നീ തന്ന രോഗത്തെ മാറ്റാൻ നിനക്കേ കഴിയുള്ളൂ, നീ തന്ന സങ്കടത്തെ മാറ്റാൻ നിനക്കേ കഴിയുള്ളൂ, നീ തന്ന എല്ലാ പ്രയാസങ്ങളെ മാറ്റാനും നിനക്കേ കഴിയൂ. ദുനിയാവിന്റെ പുറത്ത് എത്ര ആളുകളോട് പറയുന്നവരുണ്ട്, അല്ലാഹുവേ ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോ ഒരുപാട് ആളുകളോട് അവരവരുടെ പ്രയാസങ്ങൾ പറയും. അല്ലാഹ് ആരോട് പ്രയാസങ്ങൾ പറഞ്ഞാലും അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ അല്ലാഹുവിനൊരു തീരുമാനമുണ്ട്, അവരെ സഹായിക്കണമെന്ന് പടച്ചവനിക്ക് തോന്നിയാ അല്ലാഹു ഏതെങ്കിലും വഴിയിലൂടെ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകളിലൂടെ അല്ലാഹു അവനെ സഹായിക്കുമെന്നാണ്. നിങ്ങൾക്കൊരു സങ്കടം വന്നു, നിങ്ങൾക്കൊരു പ്രയാസം വന്നു, ആ പ്രയാസവും ആ സങ്കടവും വന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയാം, ഞാൻ കുറച്ച് സങ്കടത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം. ആരോട് എന്ത് പറഞ്ഞാലും അത് നടക്കൂല. പക്ഷെ നടക്കും. അള്ളാഹുവിനെ മുന്നിൽ നിർത്തി ദുആ ചെയ്തിട്ട് അള്ളാഹ് എന്നെ നീ സഹായിക്കണം എന്ന് പറയുമ്പോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് അള്ളാഹു നന്മ ചെയ്യിപ്പിക്കുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ, അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ദിക്ർ ചൊല്ലുന്നവർ, അങ്ങനെ ഉള്ളവരെ അള്ളാഹു സെലക്ട് ചെയ്തിട്ട് അവരിലൂടെ ഇവന്റെ സങ്കടത്തെ അള്ളാഹു മാറ്റിക്കൊടുക്കും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മാറും, അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ മാറും. അതുകൊണ്ട് മുഅ്മിനേ ഏറ്റവും നല്ല മനസ്സോടെ ചെല്ലാൻ പറ്റുമോ? നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ നിസ്കാരങ്ങളിൽ ചെല്ലുന്ന ദുആ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. എത്ര അർത്ഥവത്തായ ദിക്ർ! അല്ലാഹുവേ നീ നൽകിയതിനെ തടയാ ഒരാൾക്കും കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയ ഒന്നൊരുപാട് സമ്പത്താ, അതിനെ മറ്റുള്ളവൻ വന്ന് നശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നശിച്ചു പോകൂല. ദുനിയാവിന്റെ പുറത്ത് ചിലപ്പോ നടക്കുമ്പോ, ചിലപ്പോ ഞാൻ ഈ മേഖലയിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് സ്റ്റേജുകളിലൊക്കെ നിൽക്കുമ്പോ ചില ആളുകൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒന്നിപ്പോ നശിപ്പിക്കാൻ തോന്നും. ഞാൻ ഒരു ഉദാഹരണം പറയാം. എങ്ങനെങ്കിലും ഇവരൊന്ന് അവസാനിപ്പിക്കണം ചിലർക്ക് അങ്ങോട്ട് തോന്നിയേക്കാം. പക്ഷേ നടക്കൂല. അള്ളാഹുവിനെ കഴിയുള്ളൂ. അള്ളാഹുവാണ് എന്നെ പറഞ്ഞു വിട്ടതെങ്കിൽ എപ്പോഴാണ് അള്ളാഹു തീരുമാനിക്കുന്നത് അപ്പോഴല്ലാതെ ഒരാളെ കൊണ്ടും പറ്റൂല. അതാ പറയുന്ന അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അള്ളാഹുവേ നീ നൽകിയതിനെ തടയാ ഒരാൾക്കും കഴിയില്ല. പിന്നെ നമ്മൾ പറയാനുള്ളത് വലാ മുഅതിയ ലിമാ മനഅത,
അല്ലാഹുവേ നീ തടഞ്ഞതിന് നൽകാനോ? അള്ളാഹു ഒരു കാര്യം ഒരാൾക്ക് തടഞ്ഞു വെച്ചു. അടാ നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. നടക്കൂല. പക്ഷേ ഈ ഒരൊറ്റ ദുആ മതി. അള്ളാഹു നിങ്ങൾക്ക് തടഞ്ഞു വെച്ചതുപോലും അള്ളാഹു എളുപ്പമാക്കി തരുമല്ലോ. വീട് ജപ്തിയാകാൻ പോവാ, ലോണുണ്ട്, സങ്കടുണ്ട്, കടത്തിലാണ്, ദുഃഖത്തിലാണ്. എന്നാ ചൊല്ലിക്കോ പെങ്ങളെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹ് നീ തന്നതിനെ മറ്റൊരാൾക്കും തടയാൻ കഴിയില്ല. വലാ റാദ്ദ ലിമാ ഖലൈത, നീ വിധിച്ചതിനെ തടുക്കാനോ നീ നടപ്പാക്കിയതിനെ അവിടെ തടഞ്ഞു വെക്കാനോ ഒരാൾക്കും കഴിയില്ല. പിന്നെയോ വലാ യൻഫഉൽ ജദ്ദി മിൻകൽ ജദ്ദ, ജീവിതത്തിന് ഉപകാരപ്പെടുന്ന അമൂല്യമായൊരു ദുആയാണ്. നമ്മുടെയൊക്കെ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്നുണ്ട്. എന്നാലും ആ നിസ്കാരത്തിന്റെ തൊട്ടുമുമ്പ് ചൊല്ലാ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നവരാണെങ്കിലും വളരെ അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണെങ്കിലും യാ അല്ലാഹ് അത് ജീവിതത്തിൽ ഒരു സന്തോഷകരമായി കടന്നു വരുമ്പോ മുടങ്ങാതെ ഏതൊരുമ്മയാണോ ഏതൊരു പെങ്ങളാണോ ഇത് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നത്, ഒരിക്കലും അവരുടെ മക്കള് സങ്കടത്തിലാകൂല, അവരുടെ വേണ്ടപ്പെട്ടവര് സങ്കടത്തിലാകൂല, അവരൊരിക്കലും ദുഃഖത്തിലാവൂല, അവരൊരിക്കലും വേവലാതിയിലാകൂല. മറിച്ചോ ഈ ഒരൊറ്റ ദുആ എന്ന് പറയുമ്പോ ഇത് അള്ളാഹുവിന് ഇഷ്ടമാ. ഞാൻ അവനിക്ക് രോഗം കൊടുത്തിട്ടുണ്ട്, അവൻ എന്നോട് പറയുന്നു അല്ലാ നീയാണ് എനിക്ക് രോഗം തന്നത്, നീയല്ലാതെ ഒരാളും മാറ്റൂല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആരക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു അവിടുന്ന് മനസ്സ് അല്ലാഹു അവിടുന്ന് പറയുകയാ യാ അല്ലാഹ് നമുക്ക് വലിയ സന്തോഷം കിട്ടുകയാണ്. അവനിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന രോഗം, അവന്റെ മക്കൾക്ക് കൊടുത്തിരുന്ന രോഗം, അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തിരുന്ന രോഗം, അവരുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിരുന്ന രോഗം, ആ രോഗമെല്ലാം ഇതാ മാറ്റുകയാ. ഈ രോഗമെല്ലാം മാറ്റുകയാണ്. ഒരൊറ്റ ദുആ മതി. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകും. അതൊക്കെ മാറിപ്പോകാൻ ഈ ഒരൊറ്റ ദുആ. രണ്ടാമത്തെ ദുആ ഏതെന്നറിയോ? രണ്ടാമത്തെ ദുആ ഏതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, മരിക്കുന്ന സമയത്ത് പടച്ചവന്റെ സ്വർഗം കിട്ടി മരിക്കണമല്ലോ, ആ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണമല്ലോ. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന, നമ്മളൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ആ ഒരു ദുആയുണ്ട്, നമ്മളൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ദുആ. ഏതാണ് ആ ദുആ എന്നറിയോ? അല്ലാഹുമ്മ അജ്റുനീ മിനന്നാർ. ഏറ്റവും നല്ല ദുആയാണ്. അല്ലാഹുവേ നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ഒരു ദുആ മുത്തുനബി തങ്ങൾ ദുആ ചെയ്തതാണ്. ഇത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. മുത്തുനബി തങ്ങൾ ദുആ ചെയ്തു, അള്ളാന്റെ ഹബീബ് അവിടുന്ന് ദുആ ചെയ്തതാ. ഒരിക്കലും തള്ളിക്കളയൂല, ഒരിക്കലും നഷ്ടമാകൂല, ഒരിക്കലും സങ്കടത്തിന്റെ വഴികളിലൂടെ കടന്നു പോകൂല. എന്തിനേറെ അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമല്ല ഉടൽ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ഉള്ളിൽ കടന്നാൽ ഉടലുകൾ നുറങ്ങുന്നതാ, പിന്താര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ. അല്ലാഹുവേ നരകത്തിൽ
പെട്ടുപോയാ പിന്നെ രക്ഷപ്പെടൂല. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. തിളക്കുന്ന ചീഞ്ചലമാ നദിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമല്ല ഉടൻ കരിയുന്നതാ. തലമുടി കരിഞ്ഞതിലുള്ള തോളിളകുന്നതാ. യാ അല്ലാഹ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നരകത്തിലേക്ക് നമ്മൾ എപ്പോഴാ മരിക്കുക എന്നറിയില്ല. ഏറ്റവും കൂടുതൽ സുബഹി കഴിഞ്ഞ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റോ? അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ. അല്ലാഹുവേ, നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നിന്റെ സ്വർഗം തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആരന്ന ആ ദുആ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്, അല്ലാഹുക്ക് വലിയ ഇഷ്കാണ്, അല്ലാഹുക്ക് വലിയ മഹബ്ബത്താണ്. അതുകൊണ്ട് ആ ഒരു ദിക്റിലൂടെ, ആ ഒരു ദുആയിലൂടെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് വരാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ. കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഒരുപാട് വേവലാതി പറഞ്ഞു, ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞു, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. അല്ലാ, ആര് എന്തെല്ലാം സങ്കടങ്ങൾ പറഞ്ഞു, എന്തെല്ലാം ദുഃഖങ്ങൾ പറഞ്ഞു, എന്തെല്ലാം കണ്ണീരുകൾ പറഞ്ഞു, അതെല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ.